കർണാടകയിലെ ചിക്മംഗളൂരുവിൽ വിനോദയാത്രയ്ക്കിടെ മരിച്ച ശ്രീനന്ദയ്ക്ക് കണ്ണീരോടെ വിട നൽകി നാട്. രാവിലെയാണ് ശ്രീനന്ദയുടെ മൃതദേഹം പാലക്കാട് കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിച്ചത്. നൂറുകണക്കിന് ആളുകൾ ആദരാഞ്ജലി അർപ്പിച്ചു. തിരുവില്ലാമല ഐവർമഠം ശ്മശാനത്തിൽ സംസ്കാരം ഉടൻ നടക്കും. ഇപ്പോൾ ശ്രീനന്ദയുടെ വീട്ടിൽ നിന്ന് ഷാരിഖ് നവാസാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷാരിഖ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കർണാടകയിലെ ചിക്മംഗളൂരുവിൽ വിനോദയാത്രയ്ക്കിടെ മരിച്ച ശ്രീനന്ദയ്ക്ക് നാടിപ്പോൾ വിട നൽകിയിരിക്കുകയാണ്. രാവിലെയാണ് കർണാടകത്തിൽ നിന്ന് ശ്രീനന്ദയുടെ മൃതദേഹം പാലക്കാട് കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിച്ചത്. അവിടെ പൊതുദർശനത്തിനിടെ വൈകാരിക രംഗങ്ങളായിരുന്നു. നൂറുകണക്കിന് ആളുകൾ ശ്രീനന്ദയെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അവിടെ എത്തിയിരുന്നു. മൃതദേഹം ഇപ്പോൾ തിരുവില്ലാമല ഐവർമഠം ശ്മശാനത്തിലേക്ക് സംസ്കാരത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ്. ഷാരിഖ് നവാസ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷാരിഖ്, സംസ്കാരം എപ്പോൾ നടക്കും? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, മൃതദേഹം അല്പസമയം മുൻപാണ് കടമ്പഴിപ്പുറത്തെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത്. ആംബുലൻസിൽ കൊണ്ടുപോയത് തിരുവില്ലാമല ഐവർമഠ ശ്മശാനത്തിൽ വെച്ചാണ് മൃതദേഹം സംസ്കരിക്കുക. ഐവർമഠത്തിൽ ചെറിയ ചടങ്ങുകളുണ്ട്, അതിനുശേഷം അവിടെ നിന്ന് സംസ്കരിക്കും. ഏകദേശം 2 മണിയോടുകൂടിയാണ് സംസ്കാരം ഉണ്ടാവുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഇവിടെ നിന്ന് 1 മണിക്കൂറോളം യാത്ര തിരുവില്ലാമല ഐവർമഠത്തിലേക്കുണ്ട്. അവിടെ വെച്ച് 2 മണിയോടുകൂടി ശ്രീനന്ദയുടെ മൃതദേഹം സംസ്കരിക്കും. ഈ നാട് ഏറെ വേദനയോടെയാണ് ശ്രീനന്ദയ്ക്ക് വിട ചൊല്ലിയത്. കാരണം ഈ നാടിൻ്റെ പ്രിയപ്പെട്ടവളായിരുന്നു, ഈ നാടിൻ്റെ പൊന്നോമനയായിരുന്നു. നന്ദൂട്ടി എന്നാണ് ഈ നാട് അവളെ വിളിച്ചിരുന്നത്. 14 വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീനന്ദ കർണാടകയിലെ ചിക്കമംഗളൂരിലെ മണിക്കധാര വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്ന് കാണാതാവുകയും തുടർന്ന് അവിടെ നിന്ന് അപകടത്തിൽപ്പെട്ട് മരിക്കുകയും എന്നാണ് വിവരം. ഷാരിഖ് നവാസാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ശ്രീനന്ദയുടെ മൃതദേഹം തിരുവില്ലാമല ഐവർമഠം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. സംസ്കാരം അല്പസമയത്തിനകം നടക്കും. ശ്രീനന്ദയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം എന്നാണ് നിഗമനം. ശ്രീനന്ദയുടെ കുടുംബം ദുരൂഹത ഉന്നയിച്ചതിനാൽ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.